കുട്ടിയുടെ ഫേവറേറ്റാണ് ക്രീം ബൺ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബേക്കറികളിൽ നിന്ന് വാങ്ങലാണ് പതിവ്. എപ്പോഴും നല്ലത് നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലുണ്ടാക്കും. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, അത് നല്ലപോലെ നീഡ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഞാനൊരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ചെയ്യാനായിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ കാര്യം ഭയങ്കര സിമ്പിളായിട്ടുണ്ട്. കേക്കായിരുന്നാലും ബണ്ണായിരുന്നാലും പിസ്സ ആയിരുന്നാലും എല്ലാം ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബണ്ണ് വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് ബണ്ണിൻ്റെ കൂട്ടുകളെല്ലാം കൂടി ചേർത്ത് മൈദയും ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് നീഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു 8 പീസാക്കിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ബോൾ പോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇട്ടുതരാം. അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് മാവിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിന് ബോൾ പോലെ ആക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ചെറു ചൂടുള്ള എണ്ണയിലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മുടെ അകം നല്ല ബണ്ണ് പോലെ പഞ്ഞി പോലെ വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ചെറിയ ചൂടുള്ള എണ്ണയിലിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ വളരെ സ്ലോലിയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. എന്നാലേ നല്ല വലിപ്പമുള്ള ബണ്ണ് കിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഇതുപോലെ വറുത്ത് കോരണം. നല്ലപോലെ തണുത്തതിന് ശേഷം ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ ക്രീം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ കസ്റ്റേർഡ് ക്രീമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ.